കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തെ കരകയറ്റാൻ നന്നായി പഠിച്ച് നല്ലൊരു ജോലി നേടണമെന്നതായിരുന്നു ആ പയ്യൻ്റെ ആഗ്രഹം. പക്ഷേ പഠനത്തിൽ ഒട്ടും താല്പര്യമൊന്നുമില്ലാതിരുന്ന ആ പയ്യൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന ലോകോത്തര നിലവാരമുള്ള ഒരു കമ്പനി തുടങ്ങിയ കഥ. 100 Days 100 Spark Stories Day 38. 1906 ജപ്പാനിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ 9 മക്കളിൽ മൂത്ത മകനായിട്ടാണ് സോയിച്ചിറോ ഹോണ്ട ജനിക്കുന്നത്. അച്ഛനൊരു ഇരുമ്പ് പണിക്കാരനായിരുന്നു, അമ്മയാകട്ടെ ഒരു നെയ്ത്തുകാരിയുമായിരുന്നു. ആ മക്കളെയൊക്കെ പോറ്റാൻ വേണ്ടി ആ അച്ഛനും അമ്മയും വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ നിർഭാഗ്യവശാൽ കൃത്യമായ ഭക്ഷണമോ കൃത്യമായ മരുന്നോ ലഭിക്കാതെ വന്നതുകൊണ്ട് തന്നെ സോയിച്ചിറോ ഹോണ്ടയുടെ 5 സഹോദരങ്ങളും മരണപ്പെടുകയാണ്. ഇത് സോയിച്ചിറോ ഹോണ്ടയെ വല്ലാതെ വിഷമിപ്പിച്ചെന്ന് തന്നെ പറയാം. ചെറുപ്പം മുതൽ തന്നെ സോയിച്ചിറോ ഹോണ്ടയ്ക്ക് ഈ യന്ത്രങ്ങളോടുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലായിരുന്നു തന്നെ പറയാം. അതായത് റോഡിലൂടെ ഒരു വാഹനം പോവുകയാണെങ്കിലോ ആകാശത്ത് വിമാനം പോവുകയാണെങ്കിലോ അടുത്തുള്ള റൈസ് മില്ലിലെ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപഠിക്കുമായിരുന്നു സോയിച്ചിറോ ഹോണ്ട. അതുകൊണ്ട് തന്നെ പഠനത്തെക്കാൾ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നത് തൻ്റെ അച്ഛൻ ചെറിയ രീതിയിൽ നടത്തിയിരുന്ന സൈക്കിൾ വർക്ക്ഷോപ്പിലായിരുന്നു. ധാരാളം സമയം അവിടെ ചിലവഴിക്കുകയും ചെറിയ രീതിയിൽ വർക്ക്ഷോപ്പ് പണിയൊക്കെ ചെയ്യുമായിരുന്നു സോയിച്ചിറോ ഹോണ്ട. അങ്ങനെ സോയിച്ചിറോ ഹോണ്ടയ്ക്ക് 15 വയസ്സാവുകയാണ്. ടോക്കിയോയിലെ ഒരു വാഹന ഗ്യാരേജിൽ പോയി അപ്രൻറ്റീസായി ജോലി നോക്കുകയാണ്. 6 വർഷക്കാലം അവിടെ നിന്ന് വാഹനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചെടുക്കുകയാണ് സോയിച്ചിറോ ഹോണ്ട. 6 വർഷത്തിന് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി ചെറിയ രീതിയിൽ വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ് സോയിച്ചിറോ ഹോണ്ട. അതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ സ്വന്തമായിട്ട് ഒരു വാഹനം നിർമ്മിക്കണമെന്നതായിരുന്നു. അതിൻ്റെ ആദ്യപടി എന്ന് പറഞ്ഞാൽ സോയിച്ചിറോ ഹോണ്ട സ്വന്തമായി വാഹനങ്ങളുടെ പിസ്റ്റണുകൾ നിർമ്മിക്കുകയും അത് അന്നത്തെ പ്രശസ്തമായ വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടോ കമ്പനിയുടെ പക്കൽ ഏൽപ്പിക്കുകയുമാണ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ശരിയില്ല എന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്യുകയാണ് ടൊയോട്ടോ കമ്പനി. പക്ഷേ സോയിച്ചിറോ ഹോണ്ട വെറുതെ ഇരുന്നില്ല, നിരാശപ്പെട്ടില്ല. വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി പഠിക്കുകയും പുതിയ രീതിയിൽ പിസ്റ്റണുകൾ നിർമ്മിക്കുകയും ടൊയോട്ടോ കമ്പനിക്ക് സെർവ് ചെയ്യുകയുമാണ്. അങ്ങനെ ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയൊരു ഗാരേജ് പണിയുകയാണ് സോയിച്ചിറോ ഹോണ്ട. ധാരാളം പണിക്കാരെ തൻ്റെ കീഴിൽ നിർത്തുകയും കമ്പനി ഡെവലപ്പ് ആക്കുകയുമാണ് സോയിച്ചിറോ ഹോണ്ട. പക്ഷേ നിർഭാഗ്യവശാൽ ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാവുകയും സോയിച്ചിറോ ഹോണ്ടയുടെ ഗാരേജ് തകർന്നടിയുകയുമാണ്. ബാക്കിയുണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ ഈ ടൊയോട്ടോ കമ്പനി ഏൽപ്പിക്കുകയും അതിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ട് ചെറിയ എഞ്ചിനുകളൊക്കെ നിർമ്മിക്കുകയാണ് സോയിച്ചിറോ ഹോണ്ട. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം താൻ നിർമ്മിച്ച ചെറിയ എഞ്ചിനുകളൊക്കെ സൈക്കിളിൽ ഘടിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയുമാണ്. അങ്ങനെ ലോകത്ത് ആദ്യമായി മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുകയാണ് സോയിച്ചിറോ ഹോണ്ട. അത് വലിയ രീതിയിൽ വിറ്റുപോവുകയാണ് ജപ്പാനിൽ അന്നത്തെ കാലത്ത്. അങ്ങനെ വീണ്ടും ഒരു ഗ്യാരേജ് തുറക്കുകയാണ് സോയിച്ചിറോ ഹോണ്ട. താൻ സ്വന്തമായി ഈ മോട്ടോർ സൈക്കിൾ നിർമ്മിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ജപ്പാനിലെ 18,000 സൈക്കിൾ കച്ചവടക്കാരുടെ സമ്മതത്തോട് കൂടിയിട്ട് സോയിച്ചിറോ ഹോണ്ട 1947 ഹോണ്ട എന്ന കമ്പനി ആരംഭിക്കുകയാണ്. ഈ ഹോണ്ട കമ്പനിയിൽ ആദ്യമൊക്കെ നിർമ്മിച്ച വാഹനങ്ങളൊക്കെ ഈ ബൈക്കുകളൊക്കെ വൻ പരാജയമായിരുന്നു നേരിട്ടിരുന്നത്. പക്ഷേ പിന്നീട് അതൊക്കെ പരിഹരിച്ച് പുതിയ രീതിയിൽ ഹോണ്ട കമ്പനി ബൈക്കുകൾ ഇറക്കുകയും അത് വലിയ രീതിയിൽ വിജയിക്കുകയുമാണ്. ആ വിജയയാത്ര ഇന്നും തുടർന്നുകൊണ്ടേ പോവുകയാണ്. ഈ സോയിച്ചിറോ ഹോണ്ടയുടെ വിജയമന്ത്രം എന്ന് പറയുന്നത് 99% പരാജയങ്ങളും 1% വിജയത്തിനു വേണ്ടി എന്നതാണ്.